എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 203 ആദ്യത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ പേജ് നമ്പർ 204 രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? There are 44 children in class 8B. The list shows how far they come from in kilometers. അതായത് 8B ക്ലാസ്സിൽ 44 കുട്ടികളുണ്ട് അല്ലേ. 44 കുട്ടികളുണ്ട്, 44 കുട്ടികളുണ്ട്. ഓരോ കുട്ടിയും നമുക്കറിയാം, ഇപ്പൊ നടന്നു വരുന്നവരുണ്ടാവും, സൈക്കിളിൽ വരുന്നവരുണ്ടാവും, ബസ്സിന് വരുന്നവരുണ്ടാവും അല്ലെ. നമുക്കറിയാം നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് പോകാം. അപ്പൊ അതുപോലെ തന്നെ ഓരോ കുട്ടിയും എത്ര കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഓരോ കുട്ടിയും എത്ര കിലോമീറ്റർ, ഈ 44 കുട്ടികളിൽ ഓരോ കുട്ടികളും എത്ര കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നത് എന്നുള്ള ലിസ്റ്റാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കിയാൽ ആദ്യത്തെ കുട്ടി 6 കിലോമീറ്റർ അകലെ, അടുത്ത കുട്ടി 2 കിലോമീറ്റർ, പിന്നത്തെ 7 കിലോമീറ്റർ, 12 കിലോമീറ്റർ, 1 കിലോമീറ്റർ അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഒരു ഫ്രീക്വൻസി ടേബിൾ, ആവർത്തി പട്ടിക തയ്യാറാക്കാം. ആവർത്തി പട്ടിക തയ്യാറാക്കി എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അതിന് ഉത്തരം എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തി പട്ടിക അല്ലെ, ഫ്രീക്വൻസി ടേബിൾ നമുക്ക് തയ്യാറാക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിനെങ്ങനെ ഇതേ രൂപത്തിലല്ലേ, 3 കള്ളികളായ രീതിയിൽ ഇതേ രൂപത്തിൽ നമ്മൾ ആദ്യം വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഫസ്റ്റ് ആദ്യത്തെ കോളത്തിൽ നമ്മൾ എന്ത് എഴുതേണ്ടത്? ഇതിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എത്ര കിലോമീറ്റർ അല്ലെ, എത്ര ദൂരം, അതാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എന്ത് എഴുതാം? കിലോമീറ്റർ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മാർക്ക് എന്ന് എഴുതാം. ഇപ്പോൾ ഉയരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ എന്തിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്? അപ്പോൾ കിലോമീറ്റർ ദൂരത്തെ കുറിച്ചാണ്, അതുകൊണ്ട് നമ്മളോട് കിലോമീറ്റർ എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ കോളത്തിൽ എന്താ നമ്മൾ എഴുതാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്? ടാലി അല്ലെ, അടയാളം. അപ്പൊ ടാലി എന്ന് എഴുതി, അടയാളം എന്ന് എഴുതി. ഇനി അടുത്ത കോളത്തിലോ ഇവിടെ നമുക്കറിയാം കുട്ടികൾ കാര്യമാണ് പറഞ്ഞത് അല്ലെ. കുട്ടികൾ, ഓരോ കുട്ടികൾ. അപ്പൊ നമുക്ക് കുട്ടികൾ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം അല്ലെ. അപ്പൊ 3 കളികൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ അല്ലെ, ഇപ്പൊ ദൂരാണെങ്കിൽ ദൂരെ, ഹൈറ്റ് ആണ് ഹൈറ്റ്, മാർക്കാണ് മാർക്ക്, അത് ഏറ്റവും ചെറുത് ഏതാണോ അവിടെ മുതൽ നമുക്ക് എന്ത് ചെയ്യണം? ഓർഡറിൽ ഏറ്റവും വലുത് വരെ എഴുതാം അല്ലെ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ 2 ഉണ്ട്, ഇവിടെ 1 കിലോമീറ്റർ അല്ലെ. അപ്പൊ ഏറ്റവും കുറവത്തിലായിരിക്കും 1 കിലോമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ 1 മുതൽ നമ്മൾ തുടങ്ങുന്നു 1 കിലോമീറ്റർ. ഇനി ഏറ്റവും കൂടുതൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 12 ഉണ്ട് ഇവിടെ, 12, 14 ഉണ്ട് അല്ലെ, 14. അപ്പൊ ഏറ്റവും കൂടുതൽ നോക്കിയാൽ 14 അല്ലേ. അപ്പൊ 14 കിലോമീറ്റർ ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 മുതൽ 14 വരെ അല്ലെ. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഓരോന്നും നോക്കല്ലേ, എത്ര പ്രാവശ്യം അത് ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലെ, അതിന്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കണം. അപ്പൊ 1 കിലോമീറ്ററിൽ നിന്ന് എത്ര കുട്ടികൾ വരുന്നുണ്ട്? ഇവിടെ നോക്കിയേ, ഇവിടെ 1 അല്ലെ, 1, 2, 3 അല്ലെ, 3 കുട്ടികളല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടാലി 3, 1, 2, 3. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ 3. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയാൽ 2 കിലോമീറ്ററിൽ നിന്ന് 1, 2, 3, 4, 5 അല്ലെ. അപ്പൊ 5 കുട്ടികൾ. അപ്പൊ ഇവിടെ നമുക്ക് 1, 2, 3, 4, അത് കഴിഞ്ഞാൽ പിന്നെ 5 ക്രോസ് ചെയ്യും അല്ലെ, 5. അപ്പൊ 5. ഇനി നമുക്ക് നോക്കിയാൽ 3 കിലോമീറ്റർ അല്ലെ. അപ്പൊ 3 കിലോമീറ്റർ നോക്കിയാൽ 1, 2, 3, 4 അല്ലെ. അപ്പൊ 3 കിലോമീറ്ററിന് എത്ര കുട്ടികൾ വരുന്നുണ്ട്? 4 കുട്ടികൾ. അപ്പൊ 1, 2, 3, 4 അല്ലെ, 4 കുട്ടികൾ. ഇനി 4 കിലോമീറ്റർ നോക്കിയേ, 4 കിലോമീറ്റർ അല്ലെ. 1, 2, 3, 4, 5 കുട്ടികൾ അല്ലെ. അപ്പൊ 1, 2, 3, 4 ക്രോസ് ചെയ്തു 5. അപ്പൊ 5 കുട്ടികൾ. ഇനി 5 കിലോമീറ്റർ ദൂരത്ത് നിന്ന് അല്ലെ. അപ്പൊ 5 കിലോമീറ്റർ നോക്കിയാൽ 5, 1, 2, 3, 4, 5, 6 കുട്ടികൾ അല്ലെ. അപ്പൊ 6.
1 2 3 4 5 പിന്നെ 1 അല്ലെ 6. അപ്പോൾ 6 കുട്ടികൾ. ഇനി 6 കിലോമീറ്റർ ദൂരത്ത് നിന്ന് നോക്കിയാൽ 1 2 3 4 5 ഒരാളും കൂടി ഇവിടെ ഉണ്ട് അല്ലേ, ഒരാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നു 6 അല്ലേ. അപ്പോൾ അവിടെയും 6. 1 2 3 4 5 6. അപ്പോൾ 6 കുട്ടികൾ. ഇനി 7 കിലോമീറ്റർ നോക്കിയാൽ 1 2 7 കിലോമീറ്റർ 3 4 5 അല്ലേ, 5 കുട്ടികൾ. 1 2 3 4 5. ഓക്കെ. ഇനി 8 കിലോമീറ്റർ 8 കിലോമീറ്റർ ഒരാളുള്ളൂ അല്ലേ, അപ്പോൾ ഒരാളുള്ളൂ 1. ഇനി 9 കിലോമീറ്റർ നോക്കിയാൽ 1 2 3 4 5 5 കുട്ടികൾ അല്ലേ. അപ്പോൾ 1 2 3 4 5 5 കുട്ടികൾ. ഇനി 10 കിലോമീറ്റർ നോക്കിയാൽ 10 ആരുമില്ല അല്ലേ, അപ്പോൾ 10 ആരുമില്ല. ഇനി 11 കിലോമീറ്റർ നോക്കിയാൽ 11 ഒരാളുണ്ട് ഇല്ല, ഇനി ആരുമില്ല അല്ലേ, അപ്പോൾ ഒരാൾ 1. ഇനി 12 കിലോമീറ്റർ നോക്കിയാൽ ഒരാൾ 2 ഉള്ളോ അല്ലേ, 2 ആളുള്ളോ, അപ്പോൾ 1 2 അപ്പോൾ 2 ഇനി 13 കിലോമീറ്റർ നോക്കിയാൽ 13 ആരുമില്ല അല്ലേ, ആരുമില്ല, അപ്പോൾ ആരുമില്ല. ഇനി 14 കിലോമീറ്റർ നോക്കിയാൽ 14 ഒരാൾ അല്ലേ, ഇനി ഇല്ലല്ലോ, ഇല്ല, ഒരാൾ, അപ്പോൾ 1. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ, 44 കുട്ടികളുടെ കാര്യമാണ് വേണ്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 44 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 3 5 8 8 4 12 12 5 17 17 6 23 23 6 29 29 5 34 1 35 40 41 2 43 1 44 അല്ലേ. അപ്പോൾ കറക്റ്റ് ആണല്ലോ, 44. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആവൃത്തി പട്ടിക തയ്യാറാക്കി കഴിഞ്ഞല്ലേ. ഇനി നമുക്കതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിൽ നോക്കിയാൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ആർ ഫ്രം എക്സാക്ട്ലി 1 കിലോമീറ്റർ അവേ. അതായത് കൃത്യം 1 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട് അല്ലെ. കൃത്യം 1 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന, അപ്പോൾ 1 കിലോമീറ്റർ ദൂരെ നിന്ന് എത്ര കുട്ടികളുണ്ട്? നമ്പർ ഓഫ് ചിൽഡ്രൻ 3 കുട്ടികൾ അല്ലേ. അപ്പോൾ 3 കണ്ടാ, ഇത്രയേ ഉള്ളൂ, 3 പേര്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ആർ ഫ്രം മോർ ദാൻ 5 കിലോമീറ്റേഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം. മോർ ദാൻ 5 കിലോമീറ്റർ, 5 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്ത് നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട്? 5 കിലോമീറ്റർ കൂടുതൽ. അപ്പൊ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ 5 ഇതാണ് 5 കിലോമീറ്റർ. 5 കിലോമീറ്ററിൽ വരുന്ന എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികളുണ്ട് അല്ലെ. അപ്പൊ 5 കിലോമീറ്ററിൽ 6 കുട്ടികളുണ്ട്. 5 കിലോമീറ്റർ കൂടുതൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇവിടെ നിന്ന് ശ്രദ്ധിക്കാൻ നോക്കിയാൽ ഇവിടെ നിന്ന് അല്ലെ, ഇവിടെ നിന്ന് എവിടെ വരും? ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ടുള്ളതൊക്കെ അല്ലെ, 5 6 7 8 9 10 14 കിലോമീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരും, ഈ അറ്റം വരും അല്ലെ. അപ്പൊ ഇത് മുതൽ ഇതുവരെ കൂട്ടി നോക്കാം. അപ്പൊ 6ഉം 5ഉം 11 11 1 12 12ഉം 5ഉം 17 18 20 21. അപ്പൊ 21 കുട്ടികൾ. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി ആർ ബിറ്റ്വീൻ 5 ആൻഡ് 10 കിലോമീറ്റേഴ്സ് അവേ. അതായത് 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയിൽ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട്? അപ്പൊ 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയിൽ അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ 5 കിലോമീറ്ററിന് കൂട്ടാൻ പാടില്ല, നമ്മൾ 10 കിലോമീറ്ററിന് കൂട്ടാൻ പാടില്ല. ഇപ്പൊ നമ്മൾ നോക്കിയാൽ 10നും 15നും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതാ പറയാ? 10നും 15നും ഇടയിലുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 11 12 13 14 അല്ലെ. ഇതാണ് 10നും 15നും ഇടയിലുള്ള സംഖ്യകൾ അല്ലെ. അതുപോലെ തന്നെ ഇവിടെ 5നും 10 കിലോമീറ്ററിനും ഇടയിൽ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കുമ്പോൾ നോക്കിയാൽ ഇതിനിടയിൽ വരുന്ന കുട്ടികൾ അപ്പൊ ഏതൊക്കെ വരും? ഇത് മുതൽ ഇതുവരെ അല്ലെ. അപ്പൊ 5 കിലോമീറ്ററും ഒഴിവാക്കുക, 10 കിലോമീറ്ററും ഒഴിവാക്കുക. അപ്പൊ അതിനിടയിലുള്ള വരുന്നകൾ 6 7 8 9 അല്ലെ. ഏതൊക്കെ വരും? 6 പേര്, ഇതിൽ 5 പേര്, ഇവിടെ ഒരാള്, ഇവിടെ 5 ആള്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 6ഉം 5ഉം
11, 11 1 12, 12 5 17 അല്ലെ? അപ്പൊ 17 പേര്. ഇനി അതിൽ നാലാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി ആർ ഫ്രം മോർ ദാൻ 10 കിലോമീറ്റേഴ്സ് അല്ലെ? 10 കിലോമീറ്റർ കൂടുതൽ ദൂരത്തു നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട്? 10 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ അല്ലെ? എന്തൊരു 10 കിലോമീറ്ററിൽ 10 കിലോമീറ്ററിൽ ആരും വരുന്നില്ല. 10 കിലോമീറ്റർ കൂടുതൽ പറഞ്ഞാൽ 11, 12, 13, 14 അല്ലെ? അപ്പൊ ഇവരൊക്കെ അതിൽ വിടും. ആരൊക്കെ? ഈ 1, 2, 1 അല്ലെ? ആകെ എത്ര കുട്ടികൾ വരും? ഇത്ര കുട്ടികൾ. 1, 2, 3, 1, 4 അല്ലെ? 4 കുട്ടികൾ. അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി സ്കോർസ് ഓഫ് 35 ചിൽഡ്രൻ ഇൻ എ ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. അതായത് ഒരു ടെസ്റ്റ്, ഒരു ക്ലാസ് പരീക്ഷയിൽ 35 കുട്ടികൾക്ക് ലഭിച്ച മാർക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ അല്ലെ? ഒരു ഫ്രീക്വൻസി ടേബിൾ, ഒരു ആവർത്തി പട്ടിക തയ്യാറാക്കിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം എഴുതണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? ആവർത്തി പട്ടിക തയ്യാറാക്കണം അല്ലെ? അപ്പൊ നമുക്കറിയാം 3 അല്ലെ? ഇതുപോലെ 3 കള്ളികളുള്ള എന്ത് വരയ്ക്കാം? ഒരു ടേബിൾ നമ്മൾ വരയ്ക്കാം. ഇനി നോക്കിയാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഏത് എഴുതണം? അപ്പൊ കുട്ടികൾ കിട്ടിയ മാർക്കുകളാണ് അല്ലെ? മാർക്കുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മാർക്സ് അല്ലെങ്കിൽ സ്കോർ, ഏത് വേണമെങ്കിലും എഴുതാം. അത് നമുക്ക് സ്കോർ, അപ്പൊ സ്കോർസ്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത കോളത്തിൽ നമുക്കറിയാം ടാലി അല്ലെ? ടാലി, അടയാളം, ടാലി. ഇനി അടുത്ത കോളത്തിലോ? ഇവിടെ കുട്ടികളാണ് അല്ലെ? നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെ? നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികൾ അല്ലെ? കുട്ടികളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാം അല്ലെ? ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും കുറവ് മാർക്ക് എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ 10 ഉണ്ട്, 10 അല്ലെ? അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് 10 മാർക്കാണ്. അപ്പൊ നമുക്ക് 10 മുതൽ തുടങ്ങാം അല്ലെ? 10 മുതൽ തുടങ്ങാം. ഇനി മാക്സിമം സ്കോർ അല്ലെ? ഏതാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണെന്ന് നോക്കിയാൽ 19 ഉണ്ട് ഇവിടെ, 19, 20 ഉണ്ട് അല്ലെ? അപ്പൊ 20ൽ 20 മാർക്ക് വാങ്ങിയൊരു കുട്ടിയുണ്ട്. അപ്പൊ 20. അപ്പൊ നമുക്ക് 10 മുതൽ 20 വരെ എഴുതണം അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ മാർക്കും എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടെന്ന് നോക്കണം അല്ലെ? അതിന്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കണം. ഇവിടെ 10 മാർക്ക് വാങ്ങിയ എത്ര കുട്ടികളുണ്ട്? ഇതാ പിടിച്ചോ, 1, 2 അല്ലെ? 2 കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് 2 കുട്ടി, 2 വര വരച്ചു, 2 നമ്പർ ഓഫ് ചിൽഡ്രൻ 2. ഇനി 11 മാർക്ക് വാങ്ങിയ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ 11 മാർക്ക് വാങ്ങിയ 1, 2, 3 അല്ലെ? 3 കുട്ടികൾക്കുള്ളൂ. അപ്പൊ 1, 2, 3 കുട്ടികൾ. ഇനി 12 കിട്ടിയ മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 12, 1, 2 അല്ലെ? ഇവിടെ ഇല്ല, 3 കുട്ടികൾ അല്ലെ? അപ്പൊ ഇവിടെ 3 കുട്ടികൾ, 1, 2, 3. ഓക്കെ, ഇനി നമുക്ക് 13 മാർക്ക് വാങ്ങിയ കുട്ടികൾ അല്ലെ? അപ്പൊ 13 മാർക്ക് വാങ്ങിയ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയാൽ ഇതിലില്ല, ഇതിൽ ഒരാളുണ്ട്. 13 ഇതേ 2 ആള്, 3 ആള്, 4 ആള്, 4 ആള് അല്ലെ? അപ്പൊ 1, 2, 3, 4 ആള്. ഇനി 14 മാർക്ക് വാങ്ങി എത്ര കുട്ടിയുണ്ടെന്ന് നോക്കിയാൽ 14 അല്ലെ? ഇതേ ഒരാള്, 14, ഇത് 2 ആള്, 3 ആള്, 4 ആള്. 4 പേര് അല്ലെ? അപ്പൊ 1, 2, 3, 4. അപ്പൊ ഇത് 4 തന്നെ. ഇനി 15 മാർക്ക് വാങ്ങി എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ 15, 1, 2, 3, 4, 5, 6 പേര് അല്ലെ? 6 പേരുള്ളൂ. അപ്പൊ 1, 2, 3, 4, 5, ഇനി 6. അപ്പൊ 6 പേര്. ഇനി 16 മാർക്ക് വാങ്ങി എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയാൽ 16 അല്ലെ? അപ്പൊ 1, 2, 3, 4, 5 പേരുള്ളൂ അല്ലെ? അപ്പൊ 1, 2, 3, 4, 5 പേര്. ഇനി നമുക്ക് 17 മാർക്ക് വാങ്ങി എത്ര പേരുണ്ടെന്ന് നോക്കണം അല്ലെ? 17 ഒരാള്, 2 ആള്, 3 ആള്, 4 ആള്. ഇവിടെ 4 പേര്, 1, 2, 3, 4 പേര്. ഇനി 18 മാർക്ക് വാങ്ങിയവര് എത്ര പേരുണ്ട്?
ഒരാളുണ്ട് ഇവിടെ. രണ്ടാമത്തെ ആള് 2 പേരുള്ളൂ. 1 2 2 പേര്. ഇനി 19 മാർക്ക് വാങ്ങി വരുമോ? 19 ഒരാള് ഇവിടെ കഴിഞ്ഞു തുടങ്ങി അല്ലേ? ഇനിയിപ്പോൾ ആരും ഇല്ലല്ലോ. 19കാരൻ ഇല്ല, ആരുമില്ല, ഒരാളുള്ളൂ അല്ലേ? ഒരാൾ. ഇനി നമുക്ക് 20 മാർക്ക് അല്ലേ? 20 മാർക്ക് വാങ്ങിയ ഒരാളുണ്ടായിരുന്നു അല്ലേ? എവിടെ പോയി ആള്? ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒളിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 20ാമത്തെ ആളെ നമുക്ക് കിട്ടി അല്ലേ? ഒരാളുള്ളൂ, 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ചോദ്യത്തിലുണ്ട് അല്ലേ, എത്ര കുട്ടികൾക്ക് ലഭിച്ച മാർക്കാണ്? 35 കുട്ടികളുണ്ട് ഇത് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് 35 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് ചെയ്ത് പോകണം. കണ്ടോ? അപ്പോൾ ഇനി നമുക്കൊന്നും ഇവിടെ ഫ്രീ ആയിട്ട് എടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് 35 ഉണ്ടോ എന്ന് നോക്കിയാൽ 2 3 5 3 8 4 12 4 16 6 22 5 27 4 31 2 33 34 35 അല്ലേ? കറക്റ്റാണ്, 35 പേര്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 35. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ? നമ്മുടെ ആവർത്തി പട്ടിക വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ചിൽഡ്രൻ സ്കോർസ് 20? 20 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് അല്ലേ? നമുക്ക് വേദന കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയാൽ സ്കോർ 20 മാർക്ക് വാങ്ങി എത്ര പേരുണ്ട്? ഒരാളുള്ളൂ അല്ലേ? ഒരാൾ, അപ്പോൾ 1. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ, ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് സ്കോർസ് ബിറ്റ്വീൻ 10 and 15? ചോദ്യം ശരിക്കും വായിക്കാം. 10നും 15നും ഇടയിൽ മാർക്ക് വാങ്ങിയ എത്ര കുട്ടികളുണ്ട് അല്ലേ? 10നും 15നും ഇടയിൽ മാർക്ക് വാങ്ങിയ. അപ്പൊ 10 മാർക്ക് വാങ്ങിയ എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. 15 മാർക്ക് വാങ്ങിയ 6 കുട്ടികളുണ്ട് അല്ലേ? അപ്പൊ 10നും 15നും ഇടയിൽ മാർക്ക് വാങ്ങിയ എത്ര കുട്ടികളുണ്ട്? 10നും 15നും ഇടയിൽ എത്ര മാർക്ക് ഇതേ അല്ലെ? ഇത് 15 മാർക്ക് വാങ്ങിയ 6 കുട്ടി, അപ്പൊ അത് പെടൂല അല്ലേ? അപ്പൊ ഇവർ രണ്ടാളെ നമ്മൾ ഒഴിവാക്കണം. 10 മാർക്ക് വാങ്ങിയ കുട്ടിയെയും 15 മാർക്ക് വാങ്ങിയ കുട്ടിയെയും ഒഴിവാക്കുക. അതിനിടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ 11 12 13 14 അല്ലെ? ഇത്രയും മാർക്ക് വാങ്ങിയ കുട്ടികൾ ഏതൊക്കെയുണ്ട്? 3 3 6 4 10 4 14 അല്ലെ? അപ്പൊ എത്ര പേരുണ്ട്? 14 പേര്. അപ്പൊ 14 പേര്. ഓക്കെ, ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കിയാൽ, ഹൗ മെനി സ്കോർഡ് ലെസ് ദാൻ 10? 10 മാർക്കിനേക്കാൾ കുറവ് മാർക്ക് വാങ്ങി എത്ര പേരുണ്ടെന്ന് അല്ലെ? 20 മാർക്കിലാണ് ടെസ്റ്റ് പേപ്പർ എടുത്തത്. 10ലും കുറവ്. 10 മാർക്ക് വാങ്ങി 2 കുട്ടികളാണ്. 10ലും കുറവുണ്ടോ? ഇല്ല അല്ലെ? 10ലും കുറവ് വാങ്ങി ആരുമില്ല, അപ്പൊ 0, ആരുമില്ല. ഇനി അതിലെ നാലാമത്തെ ചോദ്യം എന്താണ് ചോദ്യം നോക്കിയാൽ, വാട്ട് ഈസ് ദി സ്കോർ ഒബ്റ്റൈൻഡ് ബൈ ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അല്ലെ? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് തന്നെ. ഏറ്റവും കൂടുതൽ കുട്ടികൾ വാങ്ങിയത് തന്നെ 6 പേര് വാങ്ങിയിട്ടുണ്ട് അല്ലെ? അവർക്ക് എത്ര മാർക്കാണ് കിട്ടിയത്? 15 മാർക്ക് അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? സ്കോർ എത്രയാണ്? 15 അല്ലെ? 6 പേർക്ക് 15 മാർക്ക് കിട്ടി. അപ്പൊ ഉത്തരം 15. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.